ഈ സെന്റൻസ് ശ്രദ്ധിച്ചേ. ഞാൻ വായിച്ച മികച്ച പുസ്തകങ്ങളിൽ ഒന്നാണിത്. ഞാൻ വായിച്ച മികച്ച പുസ്തകങ്ങളിൽ ഒന്നാണിത്. ഇത്തരത്തിലുള്ള സെന്റൻസസ് നമ്മൾ പറയാറില്ലേ? കൂട്ടുകാരിൽ ഒരാൾ, വിദ്യാർത്ഥികളിൽ ഒരാൾ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. വെൽക്കം ബാക്ക് എവ്രി വൺ. ഇത്തരത്തില് പുസ്തകങ്ങളിൽ ഒന്ന്, കൂട്ടുകാരിൽ ഒരാൾ, വിദ്യാർത്ഥികളിൽ ഒരാൾ എന്നെല്ലാം പറയാനായി നമ്മൾ യൂസ് ചെയ്യുന്നത് വൺ ഓഫ് ദി ആണ്. വൺ ഓഫ് ദി വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഗ്രാമർ റൂൾസ് ഒന്നും കാര്യമായിട്ട് ഫോളോ ചെയ്യാനില്ല. ആദ്യം പറഞ്ഞ സെന്റൻസ് നോക്കാം. ഞാൻ വായിച്ച മികച്ച പുസ്തകങ്ങളിൽ ഒന്നാണിത്. അപ്പോ ഒരുപാട് എണ്ണത്തില് ഒന്നാണിത് അല്ലേ? എങ്ങനെ എഴുതാം? ദിസ് ഈസ് വൺ ഓഫ് ദി. അപ്പോ ഒന്നാണിത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ് വൺ ഓഫ് ദി ആണ്. ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്സ് I have read. This is one of the best books I have read. ഞാൻ വായിച്ച മികച്ച പുസ്തകങ്ങളിൽ ഒന്നാണിത്. അപ്പോ അതിൽ ഒന്നാണിതെന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ യൂസ് ചെയ്ത ഫ്രേസ് വൺ ഓഫ് ദി ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വൺ ഓഫ് ദി എന്നതിന് ശേഷം വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. വൺ ഓഫ് ദിക്ക് ശേഷം വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. കൂട്ടുകാരിൽ ഒരാൾ, വിദ്യാർത്ഥികളിൽ ഒരാൾ, പുസ്തകങ്ങളിൽ ഒന്ന്. അപ്പോ ഈ നൗൺ എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഇത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഒപ്പം തന്നെ നൗൺ പ്ലൂറൽ ആണെങ്കിലും വെർബ് സിംഗുലർ ആണ്. കൺഫ്യൂഷൻ വേണ്ട. അടുത്ത സെന്റൻസസ് നോക്കാം. സച്ചിൻ ലോകത്തിലെ മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളാണ്. സച്ചിൻ ലോകത്തിലെ മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളാണ്. അപ്പോ കളിക്കാരിൽ ഒരാളാണ് അല്ലേ? നമുക്ക് എഴുതി നോക്കാം. സച്ചിൻ ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളാണ് സച്ചിൻ തെണ്ടുൽക്കർ. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാളാണെന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ യൂസ് ചെയ്തത് വൺ ഓഫ് ദി ആണ്. വൺ ഓഫ് ദിക്ക് ശേഷം വന്ന നൗൺ എന്തായി? പ്ലൂറലായി. വെർബ് സിംഗുലറും. സച്ചിൻ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഇൻ ദി വേൾഡ്. അടുത്ത സെന്റൻസ് നോക്കാം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഞാൻ പറയാണ്, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടങ്ങളില് ഒന്നാണ് ഈ ക്ഷേത്രം. എങ്ങനെ എഴുതാം? ദിസ് ടെമ്പിൾ ഈസ് വൺ ഓഫ് ദി. കൂട്ടത്തിൽ ഒന്നല്ലേ? ദിസ് ടെമ്പിൾ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബിൽഡിങ്സ് ഇൻ കേരള. ഓൾഡസ്റ്റ് ബിൽഡിങ്സ് ഇൻ കേരള. ഇവിടെ ബിൽഡിങ്സ് എന്നുള്ളത് എന്താണ്? പ്ലൂറൽ നൗൺ ആണ്. വെർബ് സിംഗുലർ ആണ്. വൺ ഓഫ് ദി, കൂട്ടത്തിൽ ഒന്ന്. ദിസ് ടെമ്പിൾ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബിൽഡിങ്സ് ഇൻ കേരള. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളിൽ ഒന്നാണ്. അപ്പൊ ഞാനൊരു ഡ്രസ്സ് കാണിച്ചിട്ട് പറയാണ്, ഈ ഡ്രസ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളിൽ ഒന്നാണ്. എങ്ങനെ പറയാം? സിമ്പിൾ ആയിട്ട് എഴുതാം നമുക്ക്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രസ്സസ്. അപ്പൊ ആ ഡ്രസ്സുകളിൽ ഒന്നാണ് ഇത്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രസ്സസ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒന്ന് എന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വൺ ഓഫ് ദി യൂസ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഭാഷകളിൽ ഒന്നാണ് ഇംഗ്ലീഷ്. ലോകത്തിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഭാഷകളിൽ ഒന്നാണ് ഇംഗ്ലീഷ്. എങ്ങനെ പറയാം? ഇംഗ്ലീഷ് ഈസ് one of the most
useful languages in the world. In the world, ലോകത്തിൽ തന്നെയാണ് അല്ലേ? English is one of the most useful languages in the world. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഭാഷകളിലെ ഒന്നാണ് ഇംഗ്ലീഷ്. ഈ ഒന്നാണെന്ന് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? വൺ ഓഫ് ദി യൂസ് ചെയ്തത്. ഇംഗ്ലീഷ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ഫുൾ ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. ഇന്നത്തെ ടോപ്പിക്ക് വളരെ ചെറിയൊരു കാര്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പഠിച്ചിരുന്നാൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ചില സമയങ്ങളിൽ മനസ്സിലുള്ള കാര്യം നമുക്ക് കൺവേ ചെയ്യാൻ പറ്റാറില്ല. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഫ്രേസസ് അറിഞ്ഞിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. അത്തരത്തിലുള്ള ഒരു ഫ്രേസ് ആണ് വൺ ഓഫ് ദി. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.